പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിലേക്ക് എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. എത്ര വിവരിച്ചാലും തീരാത്ത അത്ഭുതങ്ങൾ, എത്ര പ്രകീർത്തിച്ചാലും മടുക്കാത്ത ദേവീസ്തുതികൾ, അതിശയിപ്പിക്കുന്ന സംഭവങ്ങളും പിന്നെ വിശ്വാസങ്ങളും. കണ്ണൂർ മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും വിശ്വാസികൾക്ക് മതിയാവില്ല. മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ എത്ര അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളും ദേവി നടപ്പാക്കി തരുമെന്നാണ് വിശ്വാസം. വാമൊഴിയായി കൈമാറി വന്ന ഐതിഹ്യങ്ങളും കഥകളുമല്ല, നമ്മുടെ ഇടയിൽ തന്നെ നടക്കുന്ന സംഭവങ്ങളാണ് വിശ്വാസികളെ ഇവിടേക്ക് ആകർഷിപ്പിക്കുന്നത്. ഐതിഹ്യങ്ങൾക്കും പുരാണങ്ങൾക്കും അപ്പുറം ജീവിതത്തോട് ചേർത്ത് നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്നത്ത് സ്ഥിതി ചെയ്യുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രം. ഭഗവതി ക്ഷേത്രമായി മാത്രമല്ല, പഴശ്ശിരാജയുടെ പരദേവതാ ക്ഷേത്രമെന്നും കഥകളിയുടെ വന്ദനാ ശ്ലോകം എഴുതപ്പെട്ട ക്ഷേത്രമെന്നും കലാകാരന്മാരുടെ പ്രിയപ്പെട്ട ഇടമായുമെല്ലാം മൃദംഗശൈലേശ്വരി ക്ഷേത്രം അറിയപ്പെടുന്നു. പരശുരാമൻ സ്ഥാപിച്ച 108 ദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാന പ്രതിഷ്ഠ ദുർഗാദേവിയാണെങ്കിലും സരസ്വതി, ലക്ഷ്മി, കാളി എന്നീ സങ്കല്പങ്ങളിലും ഈ ദേവി പൂജിക്കപ്പെടുന്നു. മൃദംഗശൈലേശ്വരി ക്ഷേത്രം മൂകാംബിക ക്ഷേത്രത്തിന് തുല്യമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മൂകാംബികയിലെ കഷായ തീർത്ഥം പോലെ തന്നെ ഇവിടെ അഭിഷേകം ചെയ്ത തീർത്ഥം കുടിച്ചാൽ മാറാരോഗങ്ങൾ വരെ മാറുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സാധാരണയായി കേട്ടുപതിവില്ലാത്ത പേര് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. പണ്ടെപ്പോഴോ സ്വർഗത്തിൽ നിന്നും സംഗീത രൂപിണിയായ ദുർഗാ ഭഗവതി ഈ ക്ഷേത്രത്തില് ഒരു മിഴാവിന്റെ രൂപത്തിൽ താഴേക്ക് പതിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അന്ന് ആ മിഴാവ് അഥവാ മൃദംഗം വന്ന് വീണ ഇടമാണ് മൃദംഗശൈലേശ നിലയമായതും അത് പിന്നീട് മിഴാവ് കുന്നായതും വീണ്ടും മിഴാവ് കുന്നും മുഴക്കുന്നുമായി അവസാനം മുഴക്കുന്നിൽ എത്തി നിൽക്കുകയാണ്. ക്ഷേത്രത്തിനുള്ളിൽ മിഴാവ് വീണു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഭാഗം കാണാം. ഇവിടെ അല്പം കുഴിഞ്ഞാണ് ഭൂമിയുള്ളത്. ശ്രീകോവിലിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വാതിൽ മാടത്തിൽ ഇത് കാണാം. അതുകൊണ്ട് തന്നെ സരസ്വതി ദേവിയായും ഇവിടെ ഭഗവതിയെ കാണുന്നു. കേരളത്തിന്റെ സ്വന്തം കലാരൂപങ്ങളിലൊന്നായ കഥകളിയുടെ ഉത്ഭവവുമായി ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം കൊട്ടാരക്കര തമ്പുരാന്റെ സംഭാവനയായിരുന്നു. അത് പരിഷ്കരിച്ചത് കോട്ടയം തമ്പുരാനാണ്. ഒരിക്കൽ ആട്ടക്കഥ എഴുതുമ്പോൾ അതിൽ സ്ത്രീരൂപം സങ്കല്പിക്കുവാൻ തമ്പുരാൻ ബുദ്ധിമുട്ടി. അദ്ദേഹം പരാശക്തിയോട് പ്രാർത്ഥിച്ച ആ സമയത്ത് ഭക്തവത്സലയായി ദുർഗാ ഭഗവതി ക്ഷേത്രക്കുളത്തിൽ നിന്ന് ഒരു സ്ത്രീ രൂപത്തിൽ പൊന്തി വന്നു. അന്ന് ജഗദീശ്വരി കാണിച്ചു കൊടുത്ത ആ രൂപത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് തമ്പുരാൻ സ്ത്രീവേഷത്തിന്റെ രൂപം സൃഷ്ടിച്ചത്. ഇന്നും കഥകളിയിൽ ആ രൂപത്തിലാണ് സ്ത്രീവേഷം സൃഷ്ടിക്കപ്പെട്ടത്. അന്ന് മഹാദേവി പ്രത്യക്ഷപ്പെട്ട ആ കുളത്തിനും ഈ ക്ഷേത്രത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. ക്ഷേത്രത്തിന് 2000-ലധികം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കോട്ടയം രാജാക്കന്മാരുടെ പരദേവതാ സ്ഥാനമായാണ് ക്ഷേത്രത്തിനെ കരുതി പോന്നിരിക്കുന്നത്. പഴശ്ശിരാജ യുദ്ധത്തിന് പുറപ്പെടും മുൻപ് ഇവിടെ എത്തി ശ്രീ പോർക്കലിക്ക് ഗുരുതി പൂജ നടത്തിയിരുന്നതായും പറയപ്പെടുന്നത്. ഇന്നത്തെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു പോർക്കലി ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത്. ആ ഗുഹാക്ഷേത്രം ഇന്നില്ല. പോരിൽ കലി തുള്ളുന്ന മഹാകാളി പോർക്കലി ദേവി കുടികൊള്ളുന്ന ചൈതന്യ പ്രസരണ ഭൂമിയാണ് ഇവിടം. ഇവിടെയായിരുന്നു സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സൈന്യത്തോട് കീഴടങ്ങാതെ പോരാടിയ വീരകേരളവർമ്മ പഴശ്ശിരാജയുടെ കോവിലകം നിലനിന്നിരുന്നത്. ഗൂഢമായ മന്ത്രങ്ങളാൽ കോവിലകത്തെ അകത്തളത്ത് ആരാധിച്ചിരുന്ന പോർക്കലി ദേവി യുദ്ധമുഖങ്ങളിൽ തന്റെ പ്രിയ ഭക്തനെ സംരക്ഷിക്കാൻ പോരിൽ കാളിയായി പഴശ്ശിയുടെ ഉടവാളിൽ ചൈതന്യശക്തിയായി നിലകൊണ്ടിരുന്നു. ബ്രിട്ടീഷ് സൈന്യം എത്ര ശ്രമിച്ചിട്ടും പഴശ്ശിയെ തോൽപ്പിക്കാൻ കഴിയാത്തതും ഈ ശക്തി ചൈതന്യം കൊണ്ടായിരുന്നു. കോവിലകത്ത് ആരാധിച്ചിരുന്ന ദേവീ ചൈതന്യമുള്ള ശ്രീചക്രം ശത്രുക്കളാൽ ചൈതന്യ ശോഷണം വരുത്തുകയും പഴശ്ശിയുടെ കോവിലകത്തെ ശ്രീ പോർക്കലി ഉപാസന മുടക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ ബ്രിട്ടീഷ് സൈന്യത്തിന് പഴശ്ശിരാജയെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞത്. ക്ഷേത്രത്തിലെ പോർക്കലി സ്ഥാനത്ത് നടന്ന സ്വർണ്ണ പ്രശ്നത്തിൽ പഴശ്ശിയുടെ കോവിലകം പ്രതീകാത്മകമായി പുനർനിർമ്മിച്ച് കോവിലകത്ത് പണ്ട് പഴശ്ശി ആരാധിച്ചിരുന്ന ഇതേ സങ്കേതത്തിൽ പോർക്കലിയെ ഭക്തജനങ്ങൾക്ക് ആരാധന നടത്തുവാൻ തക്കവണ്ണം പ്രതിഷ്ഠിക്കുവാനും കോവിലകത്ത് പഴശ്ശിരാജയെ സങ്കല്പിച്ച് സ്ഥാനം നൽകുവാനും
ഇതേ സ്ഥാനത്ത് തെക്ക് വശത്തുള്ള പാർത്ഥസാരഥി സ്ഥാനവും നാഗസ്ഥാനവും കൊട്ടിയൂർ ക്ഷേത്രവുമായി ചരിത്രാതീത കാലം തൊട്ടേ അഭേദ്യ ബന്ധമുള്ള ശ്രീ പരമേശ്വര ചൈതന്യമായ കിരാതമൂർത്തി സ്വയംഭൂവായി കുടികൊള്ളുന്ന സങ്കേതവും പുനരുദ്ധരിച്ച് പുനഃപ്രതിഷ്ഠ നടത്താനുമാണ് ദേവഹിതം. ഇതാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം. ടിപ്പു സുൽത്താന്റെയും തുടർന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ആക്രമണങ്ങളിൽ കോട്ടയം രാജവംശം പരാജയപ്പെട്ടപ്പോൾ ക്ഷേത്രങ്ങൾക്കു കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് ഒരു സ്വകാര്യ ചാനൽ പരിപാടിയിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം കണ്ണൂർ ജില്ലാ സൂപ്രണ്ടായിരുന്ന കാലത്ത് ക്ഷേത്രത്തിൽ നടന്ന മോഷണങ്ങളും അതിന്റെ തുടർക്കഥകളുമായിരുന്നു അത്. ക്ഷേത്രത്തിലെ വിഗ്രഹം 3 തവണ മോഷ്ടിക്കപ്പെട്ടുവെങ്കിലും വിഗ്രഹം ക്ഷേത്രത്തിലേക്ക് തന്നെ തിരികെ എത്തുകയായിരുന്നു. 1983 ക്ഷേത്രത്തിൽ ആദ്യമായി മോഷണം നടന്നത്. ഏപ്രിൽ 29 അർദ്ധരാത്രി ക്ഷേത്രം കുത്തിത്തുറന്ന മോഷ്ടാക്കൾ ശ്രീകോവിലിനകത്ത് കയറുകയും തുടർന്ന് ഭഗവതിയുടെ പഞ്ചലോക വിഗ്രഹം മോഷ്ടിച്ചു കൊണ്ടുപോവുകയുമായിരുന്നു. എന്നാൽ തങ്ങളുടെ കേന്ദ്രം വരെ കൊണ്ടുപോകുന്നതിനു പകരം അവർ പാലക്കാടാണ് ചെന്നുപെട്ടത്. അവിടെ ഒരു റോഡരികിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. അക്കാലത്ത് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഉൾപ്പെട്ട സംഘം പാലക്കാട് എത്തി അന്വേഷിച്ചപ്പോൾ വിഗ്രഹത്തിന്റെ കൂടെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. ഇത് മുഴക്കുന്ന് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണെന്നും അതുമായി യാത്ര ചെയ്യാൻ തങ്ങൾക്കാകുന്നില്ലെന്നും അതിനാൽ ഇത് തങ്ങൾ ഉപേക്ഷിക്കുകയാണെന്നും ഉടനെ യഥാസ്ഥാനത്ത് എത്തിക്കണമെന്നുമായിരുന്നു ആ കുറിപ്പ്. അതനുസരിച്ച് വിഗ്രഹം തിരിച്ചെത്തിക്കുകയും പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം വിഗ്രഹം വീണ്ടും മോഷ്ടിക്കപ്പെട്ടു. എന്നാൽ ഇത്തവണ വിഗ്രഹം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നട വരെ പോയുള്ളൂ. പിറ്റേന്ന് രാവിലെ പടിഞ്ഞാറേ നടയിൽ ക്ഷേത്രമതിലിനകത്തു നിന്ന് 200 മീറ്റർ മാറി വിഗ്രഹം കണ്ടെത്തി. പിന്നെയും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും മോഷണമുണ്ടായി. അപ്പോൾ വിഗ്രഹം വയനാട് ജില്ലയിലെ കൽപ്പറ്റ വരെ കൊണ്ടുപോയെങ്കിലും ഒടുവിൽ മോഷ്ടാക്കൾ തന്നെ പോലീസിൽ വിവരമറിയിച്ച് വിഗ്രഹം തിരിച്ചയച്ചു. കോടികൾ വിലമതിക്കുന്ന ഭഗവതി വിഗ്രഹം ഇങ്ങനെ ഉപേക്ഷിച്ച് കടന്നു കളയുന്നത് എന്താണെന്ന് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പോലീസിനും ഒരുപോലെ സംശയമുണ്ടാക്കി. ഈ സംശയം പരിഹരിക്കപ്പെട്ടത് വിഗ്രഹം മോഷണം നടത്തിയവർ മറ്റു കേസുകളിൽ കുടുങ്ങി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ നടന്ന വെളിപ്പെടുത്തലുകളിലൂടെയാണ്. മുഴക്കുന്ന് ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷ്ടിച്ചു കൊണ്ടുപോയ സമയത്ത് ഇവർക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെടുകയും മലമൂത്ര വിസർജനം തൽക്ഷണം സംഭവിക്കുകയും ചെയ്തു അത്രേ. ഇത് മറ്റുള്ള മോഷ്ടാക്കൾക്ക് സംഭവിക്കുമെന്നും അവർ പറയുകയുണ്ടായി. ഈ വെളിപ്പെടുത്തലുണ്ടായതിനു പിന്നാലെ ക്ഷേത്രം പെട്ടെന്ന് പ്രസിദ്ധമായി. തുടർന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇവ പ്രചരിക്കപ്പെട്ടതോടെ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കായി. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ഭക്തജന തിരക്കുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം. 42 തരത്തിലുള്ള പൂജകൾ ചെയ്ത് 7 ദിവസത്തെ വിശേഷാൽ പൂജകൾക്കും ഒടുവിലാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ 7 ദിവസത്തെ പൂജകൾ കൊണ്ടാണ് ദേവി ഇത്രയും ശക്തി സ്വരൂപിണിയായതും ആർക്കും തന്നെ ഇവിടെ നിന്നും ആ വിഗ്രഹത്തെ മോഷ്ടിക്കാൻ കഴിയാത്തതും ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് കോടികൾ വിലമതിക്കുന്ന അവിടുത്തെ പഞ്ചലോഹ വിഗ്രഹത്തിന് ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ ശുപാർശ ചെയ്യുകയും അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ അവിടുത്തെ ശക്തി സ്വരൂപിണിയായ ദേവിക്ക് അങ്ങനെയൊരു സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അത് നിഷേധിക്കുകയും ചെയ്തു. ഇന്നും ക്ഷേത്രത്തിൽ ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ പോലും സംരക്ഷണമില്ല. എത്ര വലിയ അസാധ്യ കാര്യമായാലും അവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിലെത്തി നെയ്വിളക്കേന്തി ദേവിക്ക് മുന്നിൽ നിന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യ കാര്യവും സാധിച്ചു കൊടുക്കുന്ന ക്ഷിപ്രസാദിയായ ശത്രുസംഹാര രൂപിണിയായ മഹാദേവിയാണ് ശ്രീ മൃദംഗശൈലേശ്വരി ദേവി എന്നാണ് ക്ഷേത്ര ചരിത്രം പറയുന്നത്. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർ ഇവിടെയും എത്തി ദേവിയുടെ അനുഗ്രഹം വാങ്ങാറുണ്ട്. കലാരംഗത്ത് പ്രശസ്തരായ നിരവധി പേരുടെ പ്രിയപ്പെട്ട ദേവീക്ഷേത്രമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സരസ്വതി മണ്ഡപം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. മൂകാംബിക ക്ഷേത്രത്തിലേതുപോലെ തന്നെ കലാകാരന്മാർക്കായി വിവിധ കലാരൂപങ്ങൾ ദേവിക്ക് വഴിപാടായി അർപ്പിക്കാനായി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വളരെ മനോഹരമായുള്ള സരസ്വതി മണ്ഡപം ഒരുക്കിയിരിക്കുന്നു. വളരെ പ്രസിദ്ധരായിട്ടുള്ള രാഷ്ട്രീയ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവിടെ എത്തിച്ചേരുകയും അവർക്ക് ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് അവരാഗ്രഹിച്ച പോലെ പൊസിഷനുകൾ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ള അനുഭവ കഥകൾ ഒരുപാട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്രം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോ ഭക്തരും നിങ്ങൾ അമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായും പോയി കണ്ടിരിക്കേണ്ട ഒരു ദുർഗാദേവി ക്ഷേത്രം തന്നെയാണിത്. ടിപ്പു സുൽത്താന്റെ കാലത്ത് കേടുപാടുകൾ സംഭവിച്ച ഈ ക്ഷേത്രം ഇപ്പോൾ അതിമനോഹരമായി പുനർനിർമ്മിച്ചിട്ടുണ്ട്.
തലശ്ശേരിയിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. സ്ഥിരമായി യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും പോകുന്ന ഒരു ക്ഷേത്രമാണ് മൂകാംബിക ക്ഷേത്രം. ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ കണ്ണൂർ വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും എത്തി മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വീണ്ടും രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് പോയി യാത്ര തുടരാവുന്നതാണ്. ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ എത്തിച്ചേരേണ്ട ഒരു സ്ഥലം തന്നെയാണ് മൃദംഗശൈലേശ്വരി ക്ഷേത്രം. ദേവിയുടെ പക്കൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ദേവി അതിനുള്ള അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്.